ഇക്ബാൽ, ഇന്ന് കോൺഗ്രസിൻ്റെയും എൻ ഡിയുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ കൂടി എത്തുമോ? ഇന്നലെ നിർമ്മല സീതാരാമൻ എത്തി, KC വേണുഗോപാൽ എത്തുമെന്നറിയാൻ കഴിയുന്നു. അതിനിടയിൽ TVKയുടെ ഈ എതിരെ വന്നിരിക്കുന്ന പോസ്റ്റുകൾ വ്യാപകമായി നശിപ്പിച്ചു എന്നറിയുന്നുണ്ട്. അതായത് ഈ TVKയും വിജയും ഒക്കെ കൊലയാളിയാണ് എന്ന മട്ടിലുള്ള വലിയ പ്രചരണം പോസ്റ്ററുകളിലൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒന്നും തന്നെ ഒരു പാർട്ടിയുടെയും പേരുണ്ടായിരുന്നില്ല അല്ലേ? വിജയിയുടെ പേരെഴുതി ഒരു പ്രതിഷേധ പോസ്റ്റർ ഇറക്കാൻ പോലും യഥാർത്ഥത്തിൽ പാർട്ടികൾ മടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസിൻ്റെയും എൻ ഡിയുടെയും DMKയുടെയും നീക്കം ഇക്ബാൽ? അരുൺകുമാർ, അതായത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കോൺഗ്രസിലെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ കരൂരിലേക്ക് എത്തുക. ഇന്നലെ രാഹുൽ ഗാന്ധി വിജയുമായി 15 മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ AICCയുടെ ഒരു പ്രതിനിധി തന്നെ കരൂരിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുക്കുകയും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി KC വേണുഗോപാൽ കരൂർ സന്ദർശിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. നേരെ അദ്ദേഹം ഈ വേലുസ്വാമിപുരത്തേക്ക് എത്തും. അതിനുശേഷം പിന്നീട് കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തി പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളെ സന്ദർശിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തും എന്ന രീതിയിലുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. മാത്രമല്ല BJPയുടെ പ്രത്യേകിച്ചും NDയുടെ തന്നെ ഒരു പ്രത്യേക സംഘവും ഇന്ന് കരൂരിലേക്ക് എത്തുന്നുണ്ട്. ഹേമ മാലിനി MP, അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു 8 അംഗ സംഘമാണ് NDയുടെ കരൂരിലേക്ക് എത്തുക. ഇവരും ഇത്തരത്തിൽ സന്ദർശനങ്ങൾ നടത്തും. ദുരന്തമുഖത്ത് ഉൾപ്പെടെയൊക്കെ എത്തി നേരിട്ട് സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തുക. അതിനുശേഷം കൃത്യമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് കേന്ദ്രത്തിലെ അറിയിക്കുക എന്നുള്ളതാണ് NDA സംഘത്തിൻ്റെയും ഒരു തീരുമാനം എന്ന് പറയുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ നമ്മളാണ് വിജയ്ക്കെതിരായുള്ള പോസ്റ്ററുകൾ പുറത്തുവിട്ടത്. വിജയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം, വിജയെ കൊലപാതകയായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്, ഈ ദുരന്തം ഉണ്ടാക്കിയതിനു ശേഷം വിജയ് ഒളിച്ചോടുകയാണ് കരൂരിൽ നിന്ന് ഉണ്ടായതെന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയരുന്ന ആ പോസ്റ്ററുകൾ അത് ഇന്നലെ രാത്രിയോടുകൂടി എത്തി ചില ആളുകൾ ചേർന്ന് വ്യാപകമായി നശിപ്പിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കരൂരിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ആ പോസ്റ്ററുകൾ മുഴുവനും ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതെല്ലാം നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അരുൺകുമാർ ഉള്ളത്.